എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ സ്വലാത്ത് ചൊല്ലണം, എങ്ങനെ ദിക്ർ ചൊല്ലണം. ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മതമെന്ന പേരിൽ എന്തൊക്കെ കൊണ്ടു നടക്കണമെന്ന് ഇവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തിനോടുകൂടി മതം പൂർണ്ണമാക്കി തന്നിരിക്കുന്നുവെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞവരാണ്. ഇതും വിടപറയലിന്റെ സൂചനയാണ്. വിടപറയലിന്റെ സൂചനയാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. കാരണം ഇതാ ഇനിയൊന്നും പഠിപ്പിക്കാൻ ബാക്കിയില്ല. സ്വർഗത്തിലെത്താനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇനി അധിക കാലം ജീവിച്ചിരിക്കേണ്ടതില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വർഗം ലഭിക്കാനുള്ള മാർഗം ഇവിടെ തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. അത്ഭുതകരമാണ് ജീവിതം. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ജീവിതത്തിൽ നിന്ന് ഇന്ന് എന്ത് പഠിക്കാനാണെന്ന് ചിലരൊക്കെ നമ്മളോട് ചോദിക്കും. 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് ആ ജീവിതം തന്നെയാണ് നമ്മളും ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെത്രമേൽ പിന്തിരിപ്പനാണ്, എത്രമേൽ പിന്നോക്കം നിൽക്കുന്നതാണെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ആണോ? അല്ലേ? ഇപ്പൊ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ ഭരണത്തിൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്നത് ആ ഒരു മനുഷ്യന്റെ മാതൃകയിൽ നിന്നാണെന്നറിയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് പിണറായി സർക്കാരിന് വരുമാനം എന്ന് പറയുമ്പോ അതിനേക്കാൾ അപ്പുറത്ത് വേറെന്ത് വേണം നമുക്ക്? എന്ത് വരുമാനം കിട്ടുന്നത്? നോക്കൂ നിങ്ങള്, ചാനലിന്റെ അഭിമുഖം നടത്തുമ്പോൾ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന കൈരളി ചാനലിന്റെ MD, അദ്ദേഹം റിട്ടയർഡായ IPS ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജേക്കബിനോട് ചോദിക്കുന്നുണ്ട്, സർ, താങ്കൾക്ക് ഈ ജയിലിൽ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പ്രചോദനം കിട്ടിയത് എവിടുന്നാണ്? അദ്ദേഹം പറഞ്ഞു, അലക്സാണ്ടർ ജേക്കബ് ഒരു സംശയത്തിനുമിടയില്ലാതെ, ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ ഉടനെ പറഞ്ഞു, ഞാൻ പ്രവാചകൻ മുഹമ്മദിന്റെ ജീവിതം വായിച്ചിരുന്നു. അദ്ദേഹം ബദറിൽ തടവുകാരെ പിടിച്ചു. ഈ തടവുകാരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അദ്ദേഹം ആ തടവുകാരെ കൊണ്ട് സ്വന്തം ആളുകൾക്ക് സാക്ഷരത പഠിപ്പിക്കാൻ ആ തടവുകാരെ ഉപയോഗപ്പെടുത്തി. ജയിൽ DGP ആയിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആദ്യം ചിന്തിച്ചത്, കേരളത്തിലെ ആയിരക്കണക്കിന് ജയിൽ പുള്ളികളെ കേരളത്തിന്റെ നികുതി പണം കൊണ്ട് നമ്മൾ തീറ്റിപ്പൂറ്റാണ്. അവരിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ലല്ലോ, എങ്ങനെ ഇവരെ ഉപയോഗപ്പെടുത്തും? മുഹമ്മദ് ഉപയോഗപ്പെടുത്തിയതുപോലെ എന്നാണ്. ആ ചിന്ത വികസിച്ചു. കണ്ണൂർ ജയിലിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ കൊണ്ടുവന്നു. അതവിടെ സക്സസ് ആയി. വിയൂരിലും അങ്ങ് പൂജപ്പുരയിലും എല്ലായിടത്തും ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ വന്നു. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തിറങ്ങിയ പത്രത്തിൽ കണ്ടു, ഇപ്പോഴും ലക്ഷങ്ങളുടെ വരുമാനം ഗവൺമെന്റിന് അതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ കേരള ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കേ. അതെ, അതായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? പടച്ചവന്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടോ? പരലോകത്തെ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? വദക്കറല്ലാഹ്